ഹലോ ഗൈസ്, ഇതാണ് ആത്തച്ചക്ക. ചില സ്ഥലങ്ങളിൽ വേറൊരു പേരും പറയാറുണ്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇത് ആത്തച്ചക്കയാണ്. ഇത് വെച്ചിട്ട് എങ്ങനെ ഒരു ഷെയ്ക്ക് അടിക്കാമെന്ന് നോക്കിയാലോ. ഇതിൻ്റെ അകത്ത് നിറച്ച് കുരുവാണ്, അതുകൊണ്ട് തന്നെ പലർക്കും അറിയില്ല ഇതെങ്ങനെ അടിക്കാമെന്ന്. അപ്പോൾ ഈ കുരുള്ള ആത്തച്ചക്കൻ്റെ ഷെയ്ക്ക് എങ്ങനെ അടിക്കാമെന്ന് നോക്കാം. ഇത് പൊളിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ ഓരോ പൊസിഷനിലും കുരു ഉണ്ടാവും, അതിന് ചുറ്റുമായിരിക്കും ഇതിൻ്റെ പൾപ്പ് ഉണ്ടാവുക. അങ്ങനെയുള്ള ഈ സാധനത്തിൻ്റെ ഷേക്ക് എങ്ങനെ അടിക്കാമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ആദ്യം തന്നെ ഇത് പൊളിച്ചതിന് ശേഷം സ്പൂൺ ഉപയോഗിച്ച് കുരു അടക്കം തന്നെയാണ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടേണ്ടത്. ശരിക്കും ഒരു ക്രീം പോലെയാണ് ഉണ്ടാവുക, വളരെ സ്മൂത്തായിട്ടാണ് ഉണ്ടാവുന്നത്. എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നില്ല കേട്ടോ, ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല. എങ്കിലും കൂടുതൽ ആൾക്കാർക്കും ഈ ആത്തച്ചക്ക, സീതാപ്പഴം ഇതൊക്കെ വളരെ ഇഷ്ടമുള്ളതായിരിക്കും. അപ്പോൾ നമ്മളിതാ എല്ലാം സ്പൂണ് കൊണ്ടിങ്ങനെ എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ആത്തച്ചക്കയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് ഉണ്ടാവാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നിറയെ കായായിരിക്കും. ഞങ്ങളെ വീട്ടിൽ തന്നെ 2-3 മരമുണ്ട് കേട്ടോ. നിറയെ കായാണ്, ഫുൾ ടൈം കായായിരിക്കും. അതിൽ ഈ ചുവന്ന കളറുള്ള ആത്തച്ചക്കയാണ് ഏറ്റവും ടേസ്റ്റായിട്ടുള്ളത്. നല്ല ചുവന്ന് വരുമ്പോഴാണ് അത് ശരിക്കും നല്ല പൾപ്പായി നല്ല പഴുത്തിട്ടുണ്ടാവുക. അങ്ങനെ നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് നമ്മുടെ ആത്തച്ചക്ക ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്യുക. അത് ശരിക്കും ശ്രദ്ധിക്കണേ, ക്രഷിങ് കൂടാനായിട്ടേ പാടില്ല. ഒന്ന് ക്രഷ് ചെയ്യുക, ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ആ കുരുവൊക്കെ പൊടിഞ്ഞ് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ കുരു ഒന്നും പൊടിയാതെ നമുക്ക് ആ പൾപ്പ് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് അധികം അടിക്കാത്തത് കൊണ്ട് തന്നെ ഈ നമ്മൾ ചേർത്ത വെള്ളവും പൾപ്പും ഇങ്ങനെ വേറെ സെപ്പറേറ്റ് ആയിരിക്കും. അതിലേക്ക് കുറച്ചുകൂടി പഞ്ചസാര, നമ്മുടെ ആവശ്യത്തിന് ഈ ആത്തച്ചക്കയ്ക്ക് തന്നെ നല്ല മധുരാട്ടോ. അപ്പോൾ ഒരല്പം പഞ്ചസാരയും കൂടി ചേർത്ത് അതിലേക്ക് കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ കണ്ടതാണല്ലോ അല്ലേ, ക്രഷിങ് തീരെയില്ല. എന്നാൽ ഇപ്രാവശ്യം നന്നായിട്ട് ക്രഷ് ചെയ്യണം. ഇത് എത്രത്തോളം കുരു ഇല്ലാണ്ട് നമ്മൾ എടുത്തതിന് ശേഷം ക്രഷ് ചെയ്യുന്നു, അതിനനുസരിച്ച് ഇതിങ്ങനെ ടൈറ്റായി വരികയാണ് ചെയ്യുക. നമ്മൾ വിചാരിക്കും നമ്മൾ വെള്ളവും പാലും പഞ്ചസാരയൊക്കെ ചേർത്തുകൊണ്ട് ലൂസായിരിക്കുന്നത്. അല്ല കേട്ടോ, ഇത് നല്ല ടൈറ്റായിട്ട് നല്ല ക്രീം പോലെ ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഫൈനൽ. നോക്കൂ എത്രത്തോളം ക്രീമി ആയിട്ട് കട്ടിയുള്ള ഷെയ്ക്കായിട്ടാണ് വന്നിട്ടുള്ളതെന്ന്. ശരിക്കും ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ വീണ് പോകുന്നൊരു സാധനത്തിന് ഇത്ര രുചിയുള്ളൊരു ഷേക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ബെനിഫിറ്റുള്ള സാധനം കൂടിയാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യണം. ഓക്കെ, ബൈ, താങ്ക് യു.